ഹലോ ഗായ്സ് ഉള്ള പുതിയതായിട്ട് സ്വാഗതം. ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വെറുതെ ആണ്. നമ്മൾ ZSTR പുതിയ ബസ്സാണ്, നല്ല പുത്തൻ BS6 ബസ്സാണ്. കണ്ടാൽ തന്നെ അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ പോലും അടിച്ചിട്ടില്ല ഗൈസ്. ടോപ്പ് ലൈറ്റും പിന്നെ ഉള്ളിലുള്ള കുറച്ച് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സലാംസ് പോയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇനി കുറച്ച് പരിപാടികളും ഉണ്ട്. കുറച്ച് നിങ്ങൾ ബാക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ക്യാബിനിൽ ഇയാളെ മുതലിട്ടു. ക്യാബിനിൽ 2 ഫാനുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫാനൊക്കെ ഇവിടെ നിന്ന് അയച്ചിട്ട് സ്പീക്കർ വെക്കണം. ഫാൻ ഉണ്ടായിട്ട് എന്ത് കാര്യമാവും, വെറുതെ. അതിനെക്കാട്ടി നല്ല സ്പീക്കറാണ്. വണ്ടി നമ്മൾ ഇറക്കിയത് എന്ന് വെച്ചാൽ മിഞ്ഞാന്നിരുന്നേ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ മൊത്തത്തിൽ സലാംസ് വർക്കൊക്കെ ചെയ്ത് കുട്ടപ്പനൊക്കെ ഇറക്കി. സ്റ്റിക്കർ പോലും നമുക്ക് അടിക്കാൻ നേരം കിട്ടിയില്ല. നെയിം ഇട്ടാൽ ബാക്കിയെല്ലാം ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ പ്രകാശേര തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇതാണ് കേട്ടോ വണ്ടി വരുന്നത്. ലുക്കല്ലേ ചെക്കന് കാണാൻ. ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ BS6 വേറെ ലുക്ക് തന്നെയാണ്, പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് ഡോർ, നോ പുൾ പുഷ്. അതൊക്കെ ഇഷ്ടപ്പെട്ട്. അതിനെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളിട്ടാ. ഓക്കെ, പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനൽ വരുന്നുണ്ട്. ഹർഷാദ് എന്നാണ് പേര് വരുന്നത്. ഈ ചാനലിൻ്റെ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ മൈ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പറപ്പിച്ച് വിടട്ടോ. ഓക്കെ, അതിനെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതിയായിരുന്നേ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഗൈസ്. ഇന്നെന്തായാലും പെരുന്നാളാണ്, അപ്പോൾ ഈദ് മുബാറക്ക്. ഓക്കെ, നമുക്കെന്തായാലും നേരെ പറപ്പിച്ച് വിടാം. ഓക്കെ, വണ്ടിൻ്റെ മീറ്ററും കാര്യമൊന്നും വർക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്യൂസ് ഊരി വെച്ചൊക്കെയാണ്. സലാംസിൽ നമ്മൾ ഊരി വെച്ചിരുന്ന് അത് എടുക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സലാംസ് പോണത് അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവും. അപ്പം നമുക്ക് അന്ന് പോയെടുക്കാം. ഓക്കെ, ഷപ്പോന് സിഗ്നലൊക്കെ എടാ MZ സിഗ്നൽ കട്ട് ചെയ്ത്. ഏട്ടാ മോനെ, അല്ല നമ്മൾ സിഗ്നൽ കട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും നേരെ പറപ്പിച്ച് വിടാം. MZ ഞമ്മക്കും ഫൈൻ വരും. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ഫൈൻ എടുക്കല. 500 രൂപ വെച്ചിട്ടാണ് ഫൈൻ വരല്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നേരെ ഉണ്ട് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഷെഡിലാണ്ട് വണ്ടി കൊണ്ടുപോയിടേണ്ടത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഷെഡ് കൊണ്ടുപോയിട്ടിട്ട് നാളെ ഇനി ട്രിപ്പ് ഉണ്ടാ. നാളില്ല വയസ്സ്, മറ്റന്നാൾ നമുക്ക് ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പ് എടുത്ത് വരുമ്പോൾ തന്നെ എന്തായാലും മൊത്തം പണിയാവും. ഓക്കെ, വണ്ടിയാണെങ്കിൽ മെല്ലെ ഉണ്ടോ പോവാം. പ്രകാശന് കുത്തും സാധനം ഉണ്ടാവും. ഇനി നമുക്ക് സ്പീഡ് കൂട്ടാൻ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. അത് നിങ്ങളിവിടെ ഉണ്ടേന്നാ. ക്യാബിൽ കൂടി ആ ബൈക്കറിനെ കാണുന്നില്ല, കണ്ടാ? ഇപ്പോൾ കുറച്ച് കാണുന്നുണ്ട്. ക്ലീനർ സൈഡിൽ നിന്ന് എന്തായാലും കാണും. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഏകദേശം ഇപ്പോൾ ഷെഡ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം തന്നെ, ഏകദേശം അല്ല, എത്തി നമ്മൾ. എടാ അങ്ങനെ നമ്മൾ ഷെഡ് എത്തി. ഇപ്പോഴാണ് ആശ്വാസം വന്നത്. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഇവിടെ എത്തപ്പോൾ ഇങ്ങനെ വണ്ടി മൊത്തം ചളിയായിട്ടാ, പറയണ്ടല്ലോ. റോഡാണെങ്കിൽ മൊത്തം കേടുന്ന റോഡും അങ്ങനെ ചളി ഇങ്ങനെ മൊത്തം. ഇനിയിപ്പോൾ നാളെ നമ്മളിത് കൈകണട്ടെ കൊണ്ടുപോയിട്ട്, കാരണം മറ്റന്നാൾ ട്രിപ്പിലാണ്. കൈകണ വീഡിയോ നമ്മൾ നാളെ ഇടും ഗൈസ്. അപ്പോൾ ഇടണോ നിങ്ങളൊന്ന് പറയും. അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് ഇവിടെ നിർത്തിയിട്ട് ഇനി ഒന്ന് ഓഫാക്കട്ടെ മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ കാര്യവും കഴിഞ്ഞു. ഡാടാ പ്രകാശ് എന്നാണ്ട് കൊണ്ടുവന്നപ്പോൾ നമ്പർ പ്ലേറ്റ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. സലാംസിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന സാധനമാണ് കണ്ടാ. നമ്പർ പ്ലേറ്റ് പോലും കൃത്യം കിട്ടിയിട്ടില്ല. എല്ലാ പണിയും ചെയ്തിട്ടോ. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ജസ്റ്റ് മിസ് ഇട്ടാ. പ്രോ ഡ്രൈവർമാർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇനി ഈ വണ്ടി നമ്മളൊന്ന് സ്റ്റിക്കർ വർക്കിന് കൊടുക്കണം. അപ്പം അങ്ങനെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.